ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 2-ാം വാരം ബുധൻ. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന വചനഭാഗം മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ്. ഒരു കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടുത്തെ അമ്മച്ചി തൻ്റെ ചെറുമകൾക്ക് ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുവാനായിട്ട് തുടങ്ങി. ആ അമ്മച്ചി തൻ്റെ ചെറുമകൾക്ക് വീട്ടിലെ പ്രാർത്ഥനാ മുറിയിലുള്ള ആ കുരിശുരൂപം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ദേ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ കുരിശിൽ മരിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുറേ കണ്ണുനീരൊഴുക്കി വേദന സഹിച്ചാണ് ഈ കുരിശിൽ യേശു ക്രിസ്തു തറയ്ക്കപ്പെട്ടത്. പിന്നീട് ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി എന്ന്. ഇത് കേട്ടതിന് ശേഷം ആ കുട്ടി അമ്മച്ചിയോട് തിരികെ പറഞ്ഞു, അന്ന് യേശു കുറേ കരഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയല്ലോ. യേശു ഇപ്പൊ കരയുന്നില്ലല്ലോ, സന്തോഷത്തോടു കൂടെയല്ലേ യേശു ജീവിക്കുന്നതെന്ന്. അപ്പൊ അമ്മച്ചി മകളോട് പറഞ്ഞു, ഇല്ല, യേശു ഇന്നും കരയുന്നുണ്ട് എന്ന്. ഇത് കേട്ട ആ കുട്ടി അമ്മച്ചിയോട് തിരികെ ചോദിച്ചു, യേശു കരയുന്നത് അമ്മച്ചി എങ്ങനെയാണ് കണ്ടത്, എവിടെയാണ് കണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മച്ചി ആ ചെറുമകളോട് പറഞ്ഞു, ദേ നമ്മുടെ പള്ളിയിലെ ഓരോ ദിവസവും നടക്കുന്ന കുമ്പസാരത്തിൽ ആ കുമ്പസാര കൂട്ടിലിരുന്ന് യേശു കരയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തെ ഓർത്തുകൊണ്ട് ദുഃഖിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ വീഴ്ചകളിൽ സങ്കടപ്പെടുന്ന ഒരു ദൈവമാണ് യേശുക്രിസ്തു. ഇന്നത്തെ സുവിശേഷത്തിൽ കൈശോഷിച്ച ഒരു മനുഷ്യനെ യേശുക്രിസ്തു സുഖപ്പെടുത്തുന്നുണ്ട്. സാബത്ത് ദിവസം യേശുക്രിസ്തു ഈ ഒരു അത്ഭുതം പ്രവർത്തിച്ചതുകൊണ്ട് അവനെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് ഒരു ജനതയെ നമുക്കവിടെ കാണാം. ക്രിസ്തു അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിയെന്ന് സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. യേശുക്രിസ്തു ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കി. ഈ വാക്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യേശുക്രിസ്തു ക്രോധത്തോടെ അവരെ നോക്കിയെങ്കിലും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുവിശേഷകൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആദ്യത്തെ പദം ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ചു എന്നാണ്. അതെ, ക്രിസ്തു അവരുടെ ആ ഒരു ഹൃദയകാഠിന്യം കണ്ടുകൊണ്ട്, അവരുടെ തെറ്റായ മനോഭാവം കണ്ടുകൊണ്ട് അതിൽ ദുഃഖിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ പാപത്തെ ഓർത്തുകൊണ്ട് അത് എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ട് അവനെ ശിക്ഷിക്കുന്ന, ഇല്ലാതാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത് എന്നൊരു മനോഭാവം നാം മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. മറിച്ച് നമ്മുടെ പാപത്തിൽ സങ്കടപ്പെടുന്ന, കണ്ണീരൊഴുകുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അന്ന് ഗെത്സമേനിൽ കർത്താവ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശുക്രിസ്തു കുറേ കണ്ണുനീരൊഴുക്കി. തനിക്ക് വരാനിരുന്ന വേദനകളെ ഓർത്ത് കണ്ണുനീരൊഴുക്കുന്നതിനേക്കാൾ കൂടുതൽ യേശുക്രിസ്തു കണ്ണുനീരൊഴുക്കിയത് തൻ്റെ അജഗണം ചെയ്യുവാനായിട്ട് പോകുന്ന തെറ്റിനെ ആലോചിച്ചായിരിക്കും. അന്ന് തൻ്റെ ശിഷ്യനായിരുന്ന പത്രോസ് യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞതിന് ശേഷം പത്രോസ് കണ്ണുനീരൊഴുക്കുന്നുണ്ട്. പക്ഷേ പത്രോസ് കണ്ണുനീരൊഴുക്കുന്നതിന് മുന്നേ യേശുക്രിസ്തു അവിടെ കരഞ്ഞിട്ടുണ്ടായിരിക്കാം. പത്രോസിൻ്റെ ആ ഒരു വിശ്വാസരാഹിത്യത്തെ, വീഴ്ചയെ ആലോചിച്ചുകൊണ്ട്. യൂദാസ് അന്ന് ക്രിസ്തുവിനെ ചുംബനത്താൽ ഒറ്റിക്കൊടുത്ത സമയത്ത് യൂദാസിൻ്റെ കവിളിൽ യേശുക്രിസ്തുവിൻ്റെ കണ്ണുനീരുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അന്ന് കുരിശിൽ കിടന്നുകൊണ്ട് ആണിപ്പഴുതുകളിലേക്ക് വലിച്ചു നീട്ടി തറച്ച കൈകളിലെയും കാലുകളിലെയും വേദനകളേക്കാൾ കൂടുതൽ കർത്താവ് ദുഃഖിച്ചത്, വേദന അനുഭവിച്ചത് ആ ജനത്തിൻ്റെ പാപം നിറഞ്ഞ ജീവിതം കണ്ടിട്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് കണ്ണുനീരോടുകൂടെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചത്, കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്നും യേശുക്രിസ്തു നമ്മുടെ ജീവിതം നോക്കിക്കണ്ടുകൊണ്ട് കണ്ണുനീരൊഴുക്കുന്നുണ്ട്. ആയതിനാൽ ക്രിസ്തുവിനെ സന്തോഷിപ്പിക്കുന്നവരായിട്ട് നമുക്ക് ജീവിക്കാം. നമുക്കൊന്ന് ആത്മവിചിന്തനം ചെയ്തു നോക്കാം. ഇത്രയും വർഷം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എൻ്റെ കർത്താവിനെ ഞാൻ എത്ര തവണയാണ് കരയിച്ചിട്ടുള്ളത്. അതിനാൽ നമുക്ക് കർത്താവിനെ സന്തോഷിപ്പിക്കുന്നവരായി മാറാം. കൂടുതൽ പുണ്യത്തിലും നന്മയിലും ജീവിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന് പ്രീതിപാത്രമായി മാറിക്കൊണ്ട് ക്രിസ്തുവിന് സന്തോഷം പകർന്ന് ജീവിക്കുന്നവരായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.